Welcome back, my dear students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മോളിക്യൂൾസിൻ്റെ ബോണ്ടിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതിനൊരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ രണ്ട് അപ്രോക്സിമേഷൻസിനെ കുറിച്ച് പഠിച്ചു. ദാറ്റ് ആർ വേരിയേഷൻ മെത്തേഡ് ആൻഡ് പെർട്ടർബേഷൻ മെത്തേഡ്. ഇനി നമ്മൾ ശരിക്കും കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് കെമിക്കൽ ബോണ്ട്സ് ഫോം ചെയ്യുന്നത്, എന്തൊക്കെ തിയറിറ്റിക്കൽ ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വി വിൽ സ്റ്റാർട്ട് വിത്ത് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ, ദെൻ മൂവ് ടു linear combination of atomic theory for the formation of molecules. ഓക്കെ, അപ്പം അതെല്ലാമാണ് ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് എന്ന് വെച്ചാൽ ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സസിലും ഒരു കൺസെപ്റ്റ് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഓക്കെ, നൗ നമുക്ക് ആദ്യം കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് നമുക്ക് തുടങ്ങുകയാണ്. ലെറ്റ് സ്റ്റാർട്ട്. തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, ഇല്ലേ? എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടപ്പുണ്ട്. Okay, and while regarding with this chemical bonding in this world of chemistry, we need to find out answers to the questions like what makes a molecule stable, and also why the total energy of atoms is lowered when they combine. Okay, അപ്പോൾ ഇങ്ങനെയുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? വാട്ട് മേക്സ് എ മോളിക്യൂൾ സ്റ്റേബിൾ? എന്തുകൊണ്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്തൊരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്? ഓക്കെ, അത് ആ ഒരു ആറ്റംസ് കമ്പൈൻ ചെയ്തൊരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോഴത്തേക്കും വാട്ട് മേക്സ് മോളിക്യൂൾ സ്റ്റേബിൾ? ഓക്കെ, എന്താണ് അവിടെ തന്നെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്? ഓക്കെ, വൈ ദ ടോട്ടൽ എനർജി ഓഫ് ആറ്റംസ് ലോവേർഡ് വെൻ ദേ കമ്പൈൻ? നമ്മൾ പറയും സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താ, എനർജി റിലീസിങ് ആണെന്ന് പറയുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് എനർജി റിലീസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവിടെ എനർജി റിലീസ് ചെയ്യുന്നത്? സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് എനർജി ഓഫ് എ മോളിക്യൂൾ എന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും a molecule has both kinetic energy and potential energy. നമുക്കറിയാവുന്ന കൺസെപ്റ്റ് ആണ്, അല്ലേ? ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് it comprises of its kinetic energy part as well as the potential energy part. ഓക്കെ, ഇത് ഈ രണ്ടെണ്ണത്തിന് ഇൻക്ലൂഡഡ് ആണ് എല്ലാ എനർജി പാർട്സ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം. അതെങ്ങനെയെന്ന് നോക്കാം. നമ്മളിവിടെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എഴുതി. That is HSI is equal to E psi. അല്ലേ? HSI is equal to E psi എന്ന് പറയുമ്പോഴത്തേക്ക് H is the total energy operator. H cap അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ, അല്ലേ? ഹാമിൽട്ടോണിയൻ represents the total energy operator which is equal to or the operation total energy operator psi എന്നുള്ള ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ we will get total energy of the system, അല്ലേ? That is represented by Hamiltonian psi is equal to E psi, and therefore we can say that this Hamiltonian operator is the sum of both kinetic energy operator and a potential energy operator. And what constitutes this kinetic energy part? Kinetic energy of a molecule is due to the translational motion, rotational motion and vibrational motions of the molecule. ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് ആണ് നമ്മുടെ മോളിക്യൂളിന് എന്ത് കൊടുക്കുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് വരുന്നത്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയുടെ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇലക്ട്രോണിക് ആൻഡ് ന്യൂക്ലിയർ എനർജി. ഇലക്ട്രോണിക് എനർജി എന്ന് പറയുന്നതിനകത്ത് എന്തെല്ലാം വരാം? ഇലക്ട്രോൺ റിപ്പൾഷൻ എനർജി വരാം, ഇലക്ട്രോൺ ന്യൂക്ലിയസ് അട്രാക്റ്റീവ് എനർജി വരാം. അട്രാക്ഷൻ വരുമ്പോൾ എന്താ? എനർജി റിലീസ് ചെയ്യും, സ്റ്റെബിലൈസ് ചെയ്യും. ഇലക്ട്രോൺ റിപ്പൾഷൻ വരുമ്പോഴോ that destabilizes the system. And also
the nuclear energy. Nuclear energy also destabilizes the system. നമ്മൾക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പം ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പം നമ്മൾ എന്തെല്ലാം കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്? We have to consider the potential energy due to electronic energy, that is electron-electron repulsion, electron-nucleus attractive force, as well as the nuclear-nucleus repulsion energy. Okay, then for a diatomic molecule, potential energy depends upon the internuclear distance. ഇത് നമുക്കറിയാവുന്ന ഒരു relation ആണ്. That is, for a diatomic molecule, potential energy depends upon internuclear distance r. നോക്കാം ഇവിടെ ഈ ഒരു നമ്മൾ ഡീപ് ബ്ലൂ കളറിലുള്ള ഇത് സർക്കിൾസ് കാണിക്കുന്നത് അല്ലെങ്കിൽ സ്ഫിയേഴ്സ് കാണിക്കുന്നത് that represents the nuclei. ഓക്കെ, ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. രണ്ട് ന്യൂക്ലിയൈ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, this is nuclei of mass or N1 and this is another nuclei N2. Okay, and ഈ ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ലൈറ്റ് ബ്ലൂ ഡോട്ട്സ് എന്ന് പറയുന്നത് that represents electrons. ഓക്കെ, ഇലക്ട്രോൺ. അപ്പം ഒരു ആറ്റംസ് ആണ്, രണ്ട് ആറ്റംസ് തമ്മിൽ അടുത്തടുത്ത് വരുവാണ്, മോളിക്യൂൾ ഫോം ചെയ്യാൻ പോവുകയാണ്. N1 എന്ന് പറയുന്ന ആറ്റവും N2 എന്ന് പറയുന്ന ആറ്റവും. N1ന് സ്വന്തമാണ് എന്ത്? ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. N2ന് സ്വന്തമാണ് ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സി, ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസ്, we know that this nucleus has a positive charge and this electron has a negative charge. Similarly, ഈ ആറ്റത്തിന് എന്തുണ്ട്? നൈട്രജൻ, ഇതിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഈ ഇലക്ട്രോണിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഓൾസോ during the formation of a molecule, what happens is ഈ രണ്ട് ന്യൂക്ലിയയും അടുത്തടുത്ത് വരികയാണ്, അല്ലേ? അടുത്തടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ന്യൂക്ലിയസ് N1 എന്ന് പറയുന്ന ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണിനെ ഒന്ന് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പം അതെന്താണ്? ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. അട്രാക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യുന്നു. സിമിലർലി N2 എന്ന് പറയുന്ന ന്യൂക്ലിയ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രോണിനെയും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഇവർ തമ്മിലുള്ള അവനവൻ്റെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തവൻ്റെ ഇലക്ട്രോണിനെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് എ റിസൾട്ട് ദ എനർജി ഓഫ് ദ സിസ്റ്റം ലോവേഴ്സ്, അല്ലേ? ഇനി മറ്റൊരു പ്രശ്നം കിടപ്പുണ്ട്. എന്താണ്? ഇലക്ട്രോൺസും തമ്മിലുള്ള എന്തുണ്ട്? ഒരു റിപ്പൾസീവ് ഫോഴ്സ്. ഇപ്പം ഇവർ ഫോം ചെയ്ത് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നതിൻ്റെ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കാം? These electrons, there is a chance of repulsion because these electrons possess negative charges, ഇല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും? അതെന്ത് പറ്റും? ഇവർ തമ്മിൽ ഒരു റിപ്പൾസീവ് ഇലക്ട്രോൺ റിപ്പൾഷൻസിന് സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ മറ്റൊരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ന്യൂക്ലിയസ് റിപ്പൾഷൻ. N1 എന്ന് പറയുന്ന ന്യൂക്ലിയസും N2 എന്ന് പറയുന്ന ന്യൂക്ലിയസും തമ്മിലുള്ള ഒരു റിപ്പൾഷനും സാധ്യതയുണ്ട്. നോക്കുക, ദിസ് ആർ ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന RIJ എന്ന് പറയുന്നത് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ അട്രാക്ഷൻ ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ന്യൂക്ലിയൈ ആൻഡ് ഇലക്ട്രോൺ. ഈ ഡിസ്റ്റൻസിനെയും നമ്മൾ സ്മോൾ r കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ഗ്രീൻ ലൈൻ കൊടുത്തിട്ടില്ലേ, ഗ്രീൻ ഡോട്ടഡ് ലൈൻസ്, ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻസ് എല്ലാം സ്മോൾ r കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഈ റെഡ് ഡോട്ടഡ് ലൈൻസ് നമ്മൾ റെഡ് കളറിലെ സ്മോൾ r കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ദിസ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിനെ നമ്മൾ ക്യാപിറ്റൽ R കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? Now, so this ഈ ഫിഗർ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫിഗർ ആണ്. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി വെൽ ഓർ മോഴ്സ് കർവ്, അല്ലേ? വൈബ്രേറ്ററി മോഷനൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നതാണ്, സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ചിരുന്ന ഇതുപോലൊരു
കർവ്, മോഴ്സ് കർവ് എന്ന് പറയുന്നു. ഓക്കെ, ഇതിനകത്ത് ഫോർ എ ഡയറ്റോമിക് മോളിക്യൂൾ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഓർ ദ പൊട്ടൻഷ്യൽ എനർജി depends on internuclear distance r. The potential energy depends upon the internuclear distance r. അപ്പോൾ മിനിമം പൊട്ടൻഷ്യൽ എനർജി പൊസസ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നു? ദിസ് പോയിന്റ് represents the equilibrium internuclear distance RE. And also the difference between these two energies, ഇതിനെ പറയുന്ന പേരാണ് ഡിസോസിയേഷൻ എനർജി. ഡിസോസിയേഷൻ എനർജി ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, ഈ മിനിമം പോയിന്റും അതായത് ഈ ഒരു ഡിപ്പും ഈ ഒരു എനർജിയും ഇതും തമ്മിലുള്ള ദിസ് റെപ്രസെൻറ്റ് 0, ദിസ് ഈസ് ദ ഡിസോസിയേഷൻ എനർജി. ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് ഇവിടെയാണ്. ദിസ് ഈസ് DE എന്ന് പറയും. കറസ്പോണ്ടിങ് എനർജിയെ നമ്മൾ എന്ത് പറയുന്നു? DE എന്ന് പറഞ്ഞ് കൊടുക്കും, ഇക്വിലിബ്രിയം ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിലുള്ളത്. ഓക്കെ, ദിസ് ഈസ് ദ ലോ 0 പോയിന്റ് എനർജി. ഇതെല്ലാം നമ്മൾ പണ്ട് നിങ്ങളുടെ സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ 2 ന്യൂക്ലിയൈ ഓർ ബിറ്റ്വീൻ 2 ആറ്റംസ്, വാട്ട് ഹാപ്പൻസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. അല്ലേ? അപ്പോൾ R എന്ന് പറയുന്ന ഡിക്രീസ് ചെയ്ത് ഒരു മിനിമം പോയിന്റിലെത്തും. അല്ലേ? പൊട്ടൻഷ്യൽ എനർജി മിനിമം എത്തും. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അത് ദേ സ്റ്റാർട്ട് റിപ്പല്ലിങ്. അല്ലേ? ആറും 2 ന്യൂക്ലിയയും തമ്മിലുള്ള റിപ്പൾഷൻ എനർജി എന്തായി വരും? കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും ദാറ്റ് ലീഡ്സ് ടു ഡിസോസിയേഷൻ ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, ആൻഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഇലക്ട്രോണിക് energy, we need to solve the electronic Schrodinger equation. So we have to solve electronic energy കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? We need to solve the electronic Schrodinger equation. അല്ലേ? നമുക്ക് Schrodinger wave equation നമുക്ക് നല്ല ഫെമിലിയർ ആണ്. that is HSI is equal to E psi. This is the Schrodinger equation, we know that. And this H cap represents the total energy operator or the Hamiltonian operator. And അതിനെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നത്? H cap is equal to the sum of potential energy operator plus kinetic energy operator. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഓക്കെ, ഇനി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ നമുക്ക് വേറൊരു രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് -h×2 into del square plus capital V. അല്ലേ? നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നതാണ്. ആൻഡ് വാട്ട് ഈസ് ഡെൽ സ്ക്വയർ? ഡെൽ സ്ക്വയർ ഈസ് നോൺ ആസ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. അല്ലേ? ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ആണ് ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ആണ്. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഈ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ടേമും ഈ ടേം ദാറ്റ് ഈസ് -h×2 ഡിവൈഡഡ് ബൈ 2m ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി ടേമും ആണ്. ഇനി നമുക്ക് നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോർ എ സിസ്റ്റം ഓഫ് n ന്യൂക്ലിയൈ n ന്യൂക്ലിയൈ ഉള്ള ഒരു സിസ്റ്റം, n നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഉള്ള ഒരു സിസ്റ്റം ആൻഡ് p ഇലക്ട്രോൺസും ഉണ്ടെന്നിരിക്കട്ടെ. അതായത് ഒരു മോളിക്യൂൾ ആണ്. കൺസിഡർ എ മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻ n ന്യൂക്ലിയൈ ആൻഡ് p number of electrons. So the kinetic energy part എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? കൈനറ്റിക് എനർജി പാർട്ടിനെ ദാറ്റ് ഈസ് ഓപ്പറേറ്റർ പാർട്ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കിക്കേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാനിവിടെ കൈനറ്റിക് എനർജി എന്ന് കൊടുക്കുവാണ്. ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ I is equal to 1 to n
h square by 8 pi square mi del I square minus sigma j is equal to 1, j is equal to 1 to p, then h square divided by 8 pi square m del j square. Okay, this okay. Kinetic energy എന്ന് പറയുന്ന kinetic energy part എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? That is, kinetic energy part can be written as sigma I is equal to 1 to n. n എന്ന് പറയുന്നത് എന്താ? Number of nuclei ആണ്. h square by 8 pi square. h square by 8 pi square എവിടെ നിന്ന് വന്നു? h cross എന്ന് പറയുന്നത് നമുക്കറിയാം. What is h cross? h cross എന്ന് പറയുന്നത് എന്താണ്? h cross is equal to h by 2 pi ആണ്. അതുകൊണ്ടാണ് h cross square by 2m നെ നമുക്ക് എന്ത് കൊടുക്കാം? h square by 8 pi square എന്ന് കൊടുക്കാം. m represents the mass of nucleus. Okay, mass of ith nucleus. പിന്നെ അത് I എന്ന് പറയുന്ന 1 തൊട്ട് n വരെയുള്ളത് വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ സമേഷൻ ടേം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ന്യൂക്ലിയർ പാർട്ടിൻ്റെയും സമേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, ന്യൂക്ലിയർ എനർജിയുടെ, ന്യൂക്ലിയർ പാർട്ടിൻ്റെതും. And minus I is equal to j to p, I is equal to, j is equal to 1 to p I square, h square by 8 pi square m into del j square. What is m? Small m represents the mass of electron. ഇല്ലേ? അപ്പം p number of electrons ഉണ്ട്. അപ്പം p number of electronനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി ടേം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ദ കൈനറ്റിക് എനർജി പാർട്ട് കറസ്പോണ്ടിങ് ടു ദ ന്യൂക്ലിയൈ, ആൻഡ് ദ സെക്കൻഡ് പാർട്ട് റെപ്രസെൻറ്റ്സ് ദ കൈനറ്റിക് പാർട്ട് ടുവേർഡ്സ് ദ contributed by electrons. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിനി ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി പാർട്ട് നമുക്ക് നോക്കണം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്കൊരു ഫേമസ് ഒരു ഇക്വേഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, രണ്ട് ചാർജസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? Q1 Q2 ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. Q1 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിന്റെ ചാർജും Q2 എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിക്കിളിന്റെ ചാർജും ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി റെപ്രസെന്റ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് Q1 ആൻഡ് Q2 ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. നോക്കുക, that is V potential energy of system R. ഇവിടെ ഇതിങ്ങനെ കൊടുക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ന്യൂക്ലിയസ് ആണ്, ഇത് മറ്റൊരു ന്യൂക്ലിയസ്. ഓക്കെ, ആൻഡ് ഹിയർ ദിസ് ഈസ് ആൻ ഇലക്ട്രോൺ, ദിസ് ഈസ് അനദർ ഇലക്ട്രോൺ. ഓക്കെ, ഈ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ആൻഡ് ഈ ഇലക്ട്രോണും ഇതും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, that represents small r. അതായത് ന്യൂക്ലിയസും നമ്മുടെ ഇലക്ട്രോൺസും തമ്മിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ സ്മോൾ r കൊണ്ടുള്ള ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ്. ഇനി ഇലക്ട്രോണിനെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു? r കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, അതൊന്നുകൂടെ നീറ്റായിട്ട് നിങ്ങൾ വരച്ചു വെക്കണം. ഇത് ഇവിടെ ഞാൻ വരച്ച അത്ര ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, സോ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്ററിനെ അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ k is equal to 1 to n, sigma j is equal to 1 to p, zk e square divided by rij
plus sigma m is less than j E square divided by RMJ plus sigma k less than L ZK ZL divided by into E square divided by RKL. മനസ്സിലായി എന്തൊക്കെയാ ടേംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ന്യൂക്ലിയസ് എടുത്തു, അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇസഡ് എന്നായിരിക്കട്ടെ. അപ്പം ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്തായിരിക്കും? ഇതായിരിക്കും, പ്ലസ് ഇസഡ് ഇ ആയിരിക്കും ന്യൂക്ലിയസിൻ്റെ ചാർജ്. അതുപോലെ തന്നെ ഇലക്ട്രോണുമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഇ. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? ഒരു ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്ഷൻ ഇ ആണ് അതിൻ്റെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. Okay, so this represents the nuclear charge and E represents the electronic charge. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ഈ റിലേഷൻ നോക്കിക്കേ, V is equal to Q1 Q2 by R. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ചെയ്യുവാണെങ്കിൽ എന്ത് വരുന്നു? Z E square divided by R. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ടേം. This represents the nuclear electron attraction term ആണ് ഇവിടെ വരുന്നത്. നേരെ മറിച്ച് ഇവിടെ വരുമ്പോഴോ ഇലക്ട്രോൺ റിപ്പൾഷൻ ടേം ആണ് ഇവിടെ വരുന്നത്. റിപ്പൾഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇവിടെ പോസിറ്റീവ് സൈൻ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ പോസിറ്റീവ് സൈൻ കൊടുക്കുന്നത് എന്താണ്? ബിക്കോസ് ഇലക്ട്രോൺ റിപ്പൾഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇലക്ട്രോൺ റിപ്പൾഷൻ. ആൻഡ് ഇൻ ദ തേർഡ് കേസ്, ഇൻ ദ തേർഡ് ടേമിനകത്ത് വരുന്നത് ZK എന്ന് പറയുന്നത് kth ന്യൂക്ലിയസിന്റെ അറ്റോമിക് നമ്പറും ZL എന്ന് പറയുന്നത് Lth ന്യൂക്ലിയയുടെ അറ്റോമിക് നമ്പർ. അതായത് ഈ ഒരു ന്യൂക്ലിയയുടെ അറ്റോമിക് നമ്പർ ആയിക്കട്ടെ ZK എന്ന് പറയുന്നത്, ഇതിൻ്റെ അറ്റോമിക് നമ്പർ ആയിരിക്കട്ടെ ZL എന്ന് പറയുന്നത്, രണ്ട് നമ്പർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇവർ തമ്മിലുള്ള റിപ്പൾസീവ് എനർജി, ന്യൂക്ലിയർ റിപ്പൾസീവ് എനർജിയാണ് എവിടെ വരുന്നത്? ഈ തേർഡ് ടേം എന്ന് പറയുന്നത്. അപ്പം റിപ്പൾഷൻ ആയതുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്? നമ്മളിവിടെ ഒരു പോസിറ്റീവ് സൈൻ അവിടെ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ ടേം മൈനസ് ആകാനുള്ള കാരണം എന്താ? ഇവിടെ ഒരു അട്രാക്ഷൻ ആണ് നടക്കുന്നത്. ന്യൂക്ലിയസ് ഇലക്ട്രോൺ അട്രാക്ഷൻ ആണ് നടക്കുന്നത്. Here M represents ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ടേമിനകത്ത് വരുന്നത്. അപ്പോൾ അട്രാക്റ്റീവ് ടേം ഉണ്ട്, അതുപോലെ തന്നെ റിപ്പൾസീവ് ടേം ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയർ റിപ്പൾസീവ് ടേമും വരുന്നുണ്ട്. സോ ഞാൻ നേരത്തെ എഴുതിയ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n sigma j is equal to 1 to p zk e square divided by rij plus sigma m is less than j e square divided by r mj plus sigma k is less than l zk zl e square divided by r capital R k l. And the first term represents electron nuclear attraction, and the second term represents the electron repulsion, and the third term is a representation of nuclei, the repulsion between two nuclei. Okay, ZK ZL എന്നൊക്കെ പറയുന്നത് എന്താണ്? That represents the atomic number of the nuclei. ഓക്കെ, അപ്പം ദിസ് ഈസ് എ വെരി ലാർജ് ഇക്വേഷൻ അല്ലേ? ഒരുപാട് സമേഷൻ ടേംസും ഒക്കെ വരുന്ന വെരി ലാർജ് ഇക്വേഷൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അട്രാക്ഷൻസും ഉണ്ട്, റിപ്പൾഷൻസും ഉണ്ട്. സോ വി ഹാവ് ടു സോൾവ് ദിസ് ബിഗ് ഇക്വേഷൻ ടു സെപ്പറേറ്റ് ദ പാർട്ട് ഓഫ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഡ്യൂ ടു ഇലക്ട്രോണിക് മോഷൻ. അപ്പോൾ ഇതിനകത്ത്
നമുക്ക് ഇലക്ട്രോണിക് പോർഷനെയാണ് നമുക്ക് കൂടുതലായിട്ട്, കാരണം കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് ഇലക്ട്രോൺസ് ആണ് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്നറിയോ, നമ്മളല്ല, മാക്സ് ബോൺ ആൻഡ് J. Robert Oppenheimer എന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാര്, they put forward an approximation, and the approximation is that since the nuclei are several times heavier than electrons, the former may be assumed to be stationary when the latter move. So, the electronic wave function can be obtained by solving the electronic equation for some fixed positions of the nuclei. Each choice of nuclear coordinates capital R will lead to different potential energy and hence different electronic Schrodinger equation. Thus, while the electronic wave function will depend on small r as well as capital R, the nuclear wave function will depend on capital R only. അപ്പം ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ പറയുന്നു മറ്റൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രം അദ്ദേഹം പറയുന്നത്. Since the nuclei are several times heavier than the electrons, the former, that means former എന്ന് പറയുന്ന nuclei, may be assumed to be stationary when the electron moves. Okay, ഇതാണ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ പറയുന്നത്. എന്താണ്? സ്റ്റേഷനറി, നമ്മുടെ ന്യൂക്ലിയെ അങ്ങ് സ്റ്റേഷനറി ആയിട്ട് കൺസിഡർ ചെയ്യുക, അപ്രോക്സിമേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് ഈസ് സെവറൽ ടൈംസ് ഹെവിയർ ദാൻ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആണ് വെയിറ്റ് കുറഞ്ഞവർ, അവരങ്ങ് ചറവറ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരുടെ മൂവ്മെന്റിനെ അപേക്ഷിച്ച് ന്യൂക്ലിയൈ ഹെവിയർ ആയതുകൊണ്ട് വി ക്യാൻ അസ്യൂം ദാറ്റ് ദീസ് ന്യൂക്ലിയൈ ആർ സ്റ്റേഷനറി. അവർക്ക് മൂവ്മെന്റ് ഒന്നും ഇല്ല എന്നുള്ള ഒരു അസംഷൻ നമ്മളങ്ങ് കൊടുക്കുകയാണ്. വി ആർ അപ്രോക്സിമേറ്റിംഗ് ദാറ്റ് ന്യൂക്ലിയർ റിമൈൻസ് സ്റ്റേഷനറി. ഓക്കെ, അതുകൊണ്ട് നേരത്തെ ഒരു ഡയഗ്രാം വരച്ച് ഓർക്കുന്നുണ്ടോ? ദറ്റ് ഈസ്, ഇവിടെ രണ്ട് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള എന്താണ്, നമ്മൾ സ്മോൾ ആർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസും ന്യൂക്ലിയയും തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ സ്മോൾ ആർ, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെ സ്മോൾ ആർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഡിസ്റ്റൻസിനെ നമ്മൾ ക്യാപിറ്റൽ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ അതുകൊണ്ട് the electronic wave function can be obtained by solving the electronic equation for some fixed positions of the nuclei. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയയുടെ ചില ഫിക്സഡ് പൊസിഷൻസ് നമ്മളവിടെ പറയുന്നുണ്ട്. ഈച്ച് ചോയ്സ് ഓഫ് ന്യൂക്ലിയർ കോർഡിനേറ്റ്സ്, ഓരോ ന്യൂക്ലിയസിന്റെ ഓരോ പൊസിഷനെ നമ്മൾ ആർ കൊണ്ടാണ് represent ചെയ്യുന്നത്. will lead to different potential energy and hence a different electronic Schrodinger equation. Thus, while the electronic wave function depend on R and as well as on capital R. Small r എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയേ. സ്മോൾ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്മോൾ ആറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയർ വേവ് ഫംഗ്ഷൻ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ ഒരു ഡിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം കമ്പയർഡ് ടു ഇലക്ട്രോൺസ് ഇവരെങ്ങനെയാണെന്നാണ് പറയുന്നത്? സ്റ്റേഷനറി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിനെ അപേക്ഷിച്ച് ഇവർ സ്റ്റേഷനറി ആയതുകൊണ്ട് ന്യൂക്ലിയർ വേവ് ഫംഗ്ഷൻ വിൽ ഡിപ്പെൻഡ് ഓൺലി ഓൺ capital R, while the electronic wave functions depend on small r as well as capital R. Clear ആണല്ലോ? Or simply we can represent this Born-Oppenheimer approximation as psi is equal to, that is the total wave function as the product of
electronic wave function as well as the nuclear wave function. Okay, electronic wave function as well as nuclear wave function. ഇപ്പോൾ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദിസ് ഇലക്ട്രോണിക് വേവ് ഫങ്ഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയൈ ആണ് ക്യാപിറ്റൽ ആർ കൊടുക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ ഇലക്ട്രോൺ ആൻഡ് എൻ ന്യൂക്ലിയൈ ആണ് എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്മോൾ ആർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ തമ്മിലുള്ള ഇലക്ട്രോൺ തമ്മിലുള്ള ഡിസ്റ്റൻസും സ്മോൾ ആർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ബട്ട് psi n എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ന്യൂക്ലിയർ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? The distance between two nuclei. So this is the mathematical representation of the wave function according to Born-Oppenheimer approximation. Clear ayallo? So till now we discussed that total wave function of a system is the product of electronic wave function and nuclear wave functions. ഇതുവരെ നമ്മൾ ക്ലാസ് എടുത്തിരുന്ന അതിലാണ്. അപ്പോൾ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? ഇറ്റ്സ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോണിക് വേവ് ഫംഗ്ഷൻ ആൻഡ് ന്യൂക്ലിയർ വേവ് ഫംഗ്ഷൻസ് അല്ലേ? ആൻഡ് ദീസ് അസംഷൻസ് ആർ വാലിഡ് or it is only successful for simple systems. ഓക്കെ, അപ്പോൾ എപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ സിസ്റ്റത്തിനാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ അപ്രോക്സിമേഷൻസ് എല്ലാം വാലിഡ് ആയിട്ട് വരുന്നത്. ലൈക്ക് ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺ H2 plus ions. H2 plus ions എന്ന് പറയുമ്പോൾ that contains only one electron അല്ലേ? ഒരു ഇലക്ട്രോൺ മാത്രമുള്ള സ്പീഷീസ് ആണ് H2 plus ions എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂൾ H2 which contains only 2 electrons. ഓക്കെ, അങ്ങനെയുള്ള സിമ്പിൾ സിസ്റ്റത്തിനെയൊക്കെ നമുക്ക് ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഫോർ ബിഗർ മോളിക്യൂൾ the scenario is different. Okay, for solving bigger systems we need further extensions and which leads to the formulation of two important theories in chemical bonding. They are molecular orbital theory and valence bond theory. അപ്പം ഹെവിയർ സിസ്റ്റംസ് അല്ലെങ്കിൽ ബിഗർ സിസ്റ്റംസ് സോൾവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും വാലൻസ് ബോണ്ട് തിയറിയും. ആൻഡ് ദീസ് for solving this or for explaining this MO theory and VB theory we need several approximations. Okay, and the most important approximation is the linear combination of atomic orbitals. നിങ്ങൾ ഈ ഒരു ടേം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. ദാറ്റ് ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. നിങ്ങൾ സ്കൂളിലും എല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചു വരുന്ന ഒരു ടേം ആണ് LCAO മെത്തേഡ് അല്ലേ? Now let's begin with molecular orbital theory and LCAO approximation. Okay, ഇനി മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന ഒരു പുതിയ വാക്കാണ് ദാറ്റ് ഈസ് MO എന്ന് പറയുന്ന മോളിക്കുലർ ഓർബിറ്റൽസ് അല്ലേ? ഈ അക്കോർഡിംഗ് ടു Born-Oppenheimer approximation, this enables one to treat a molecule like an atom with the difference that the particles constituting potential field for each electron in the molecule include more than one nucleus. അപ്പോൾ Born-Oppenheimer approximation കണ്ടിട്ട് ആ ഒരു സെൻറ്റൻസ് കണ്ടാൽ വളരെ ഭീകരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അതായത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ മോളിക്യൂളിനെ എങ്ങനെ കൺസിഡർ ചെയ്ത് രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്ത് വന്നു എന്നുള്ള രീതിയിലല്ല, മോളിക്യൂളിനെ ഒരു മൾട്ടി സെൻട്രിക് ആറ്റംസ് ആയിട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത്. ദാറ്റ് ഈസ് മൾട്ടി എന്തായിട്ടാണ് കാണുന്നത്? വി കൺസിഡർ ദ മോളിക്യൂൾസ് ആസ് മൾട്ടി സെൻട്രിക് ആറ്റംസ്. ഓക്കെ, മൾട്ടി സെൻട്രിക് ആറ്റംസ് ആയിട്ടാണ് നമ്മൾ ഇനി തൊട്ട് പിന്നെ എന്തിനെ കാണുന്ന മോളിക്യൂൾസിനെ കാണുന്നത്. Okay, but we treat a molecule like an atom which include more than one nucleus. ഒന്നിലധികം ന്യൂക്ലിയസ് ചേർന്നിട്ടുള്ള ഒരു ആറ്റം ആയിട്ടാണ് നമ്മൾ പിന്നെ ഇനി എന്തിനെ കാണുന്നത്? മോളിക്യൂൾസിനെ കാണുന്നത്. നോക്കുക, ഇതാണ് നമ്മുടെ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വെക്കൂ. ഓക്കെ, ഇവിടെ എല്ലാം ഇലക്ട്രോൺസ് ഇതിന് ചുറ്റിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ്
ഇതെന്ന് പറയുന്നത് എന്താണ്? ദീസ് റെപ്രസെൻറ്റ്സ് ദ ന്യൂക്ലിയസ്. മനസ്സിലായല്ലോ? ഒരു മൾട്ടി സെൻട്രിക്, അതായത് ഇതിന് ചുറ്റിനുമാണ് എന്തെന്ന് പറയുന്ന മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോൺസ് പിന്നെ കാണുന്നത് ഇതിന് ചുറ്റുമുള്ള ഓർബിറ്റൽസിലായിട്ടാണ്. ഓക്കെ, therefore ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്രോക്സിമേഷൻ അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷനിൽ നിന്ന് വന്നാണ് എമോ തിയറി സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എമോ തിയറിയുടെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് and this is the chief approximation which is known as the orbital approximation. Orbital approximation നമ്മൾ ഓൾറെഡി പോളി ഇലക്ട്രോണിക് ആറ്റംസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പോളി ഇലക്ട്രോണിക് ആറ്റംസ്. അതിൽ നിന്നാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു സ്ലേറ്റർ ഡിറ്റർമിനൻസ്, സ്ലേറ്റർ ഇക്വേഷൻസ് ആൻഡ് ഡിറ്റർമിനൻസ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഓർബിറ്റൽ അപ്രോക്സിമേഷനിൽ. സിമിലർ ഓർബിറ്റൽ അപ്രോക്സിമേഷൻ is also employed in the case of this MO theory. Okay, and let's see what is that. That is, Schrödinger equation for each electron in the nucleus have to be solved separately to get the wave function psi I for every electron I, and the psi i's are called molecular orbitals. അപ്പം I number of electrons ഉള്ള ഒരു സിസ്റ്റം, അല്ലെങ്കിൽ n number of electrons ഉള്ള ഒരു സിസ്റ്റം എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്ലോറിൻ മോളിക്യൂൾ എടുത്തു. ഓക്കെ, ക്ലോറിൻ മോളിക്യൂൾ ദിസ് കണ്ടെയ്ൻസ് നമുക്ക് ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ള ഒരു സിസ്റ്റമാണ് ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുന്നത്, ഇല്ലേ? എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിനകത്ത്? Atomic number of chlorine എന്ന് പറയുന്നത് 17 ആണ്. Therefore the molecular അല്ലെങ്കിൽ ക്ലോറിൻ മോളിക്യൂൾ എടുക്കുമ്പോൾ it contains how many electrons? It contains 34 electrons, അല്ലേ? ക്ലോറിൻ മോളിക്യൂൾ വരുമ്പോൾ 34 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനകത്തെ 34 ഇലക്ട്രോൺസിലെ ഓരോ ഇലക്ട്രോണിനെയും നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നെന്നാണ് പറയുന്നത്? മോളിക്കുലർ ഓർബിറ്റൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഇലക്ട്രോൺസിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടെന്നാണ് പറയുന്നത്? വേവ് ഫംഗ്ഷൻ ഉണ്ട്. ഓരോ ഇലക്ട്രോണിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? psi I എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ദീസ് psi i's ആർ നോൺ ആസ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് the Schrödinger, we have to solve the Schrödinger equation for each electron in a molecule separately to get the wave function psi I for every electron I. മനസ്സിലായല്ലോ? അപ്പം ഓരോ ഇലക്ട്രോൺസിൻ്റെയും വേവ് ഫംഗ്ഷൻസിനെ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ psi, അതായത് ഒരു മോളിക്യൂളിൻ്റെ വേവ് ഫംഗ്ഷനാണ് psi എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. The complete wave function psi of a molecule is then given as the anti-symmetrized product of all the molecular orbitals. Okay, അപ്പം കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ, മോളിക്യൂളിൻ്റെ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ് എടുക്കുന്നത്? ഈ ഓരോ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടല്ലോ, ദറ്റ് ഈസ് psi I, അവരുടെ ആൻറ്റി സിമെട്രൈസ്ഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് യു ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് psi I. psi എന്ന് ഇവിടെ ഈ psi എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ക്യാപിറ്റൽ psi ആണ്. ഓർത്തോണം, ക്യാപിറ്റൽ psi. ദാറ്റ് ഈസ് ഒന്നുകൊണ്ട് നമുക്കൊന്ന് തിക്കൻ ചെയ്ത് കൊടുക്കാമേ. ക്യാപിറ്റൽ psi, ദിസ് ക്യാപിറ്റൽ psi റെപ്രസെൻറ്റ്സ് ഇതാ, ദാറ്റ് ഈസ് മോളിക്യൂളിൻ്റെ വേവ് ഫംഗ്ഷൻ ആണ് psi എന്ന് പറയുന്നത്. മോളിക്യൂളിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് can be given as the anti-symmetrized product of all the molecular orbitals. N, that is psi is equal to n into psi 1 of 1 into psi 1 bar of 2 into psi 2 of 3 into psi 2 bar of 4, etc. Okay, and up to psi n by 2 minus 1 of n minus 1 and psi n by 2 of n. ഇവിടെ ഒരു നമുക്ക് ബ്രാക്കറ്റും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊടുത്തില്ല നേരത്തെ. Okay, and here this
Psi1 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? Psi1 ഇത് നിങ്ങൾ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ആ ഒരു ഇത് എഴുതുമ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് Psi1 of 1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ ആണ് Psi1. Psi1 of 1 എന്ന് കൊടുത്തിരിക്കുന്നത് ഈ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ പിന്നെ ഫസ്റ്റ് ഇലക്ട്രോൺ, ഇത് സെക്കൻഡ് ഇലക്ട്രോൺ, ഇത് തേർഡ് ഇലക്ട്രോൺ, ഫോർത്ത് ഇലക്ട്രോൺ, അങ്ങനെ പോകും. ഓക്കെ, ഇനി Psi1 എന്ന് പറഞ്ഞാൽ എന്താണ്? Psi1 Psi1 ബാർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിക്കേ. Psi1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫസ്റ്റ് മോളിക്കുലർ ഓർബിറ്റൽ ആണ്, which contains ഫസ്റ്റ് ഇലക്ട്രോൺ ഓഫ് സ്പിൻ ആൽഫ. അതായത് പ്ലസ് ഹാഫ് സ്പിൻ ഉള്ളതിനെ നമ്മൾ ആൽഫ എന്നും ഡിനോട്ട് ചെയ്യും, മൈനസ് ഹാഫ് സ്പിന്നിനുള്ളതിനെ എന്തെന്ന് കാണിക്കും? ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണല്ലോ, ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോൺസിന് നിൽക്കാൻ പറ്റും. ഇത് നമുക്ക് പ്ലസ് ഹാഫും ഇത് മൈനസ് ഹാഫും ആയിട്ടാണ് നിൽക്കുന്നത്. ഈ പ്ലസ് ഹാഫിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആൽഫ സ്പിൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താ? ബീറ്റ സ്പിൻ, മൈനസ് ഹാഫ് സ്പിന്നിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു പറയുന്നത്? ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ആൻഡ് സ്പിൻ വേവ് ഫംഗ്ഷൻ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിന് മുകളിൽ ഒരു വരയും കൂടെ ഉണ്ട്, ബാർ ഡയഗ്രം. Psi1 ബാർ, ഈ ബാർ കൊടുത്തിരിക്കുന്നത് ഓപ്പോസിറ്റ് സ്പിൻ ആണെന്നുള്ളത് കാണിക്കാനാണ് ഈ ബാർ കൊടുക്കുന്നത്. Psi1 ബാർ ഓഫ് 2 ഇസ് ഈക്വൽ ടു Psi1, അതായത് ഫസ്റ്റ് ഓർബിറ്റിൽ തന്നെയാണ് രണ്ടാമത്തെ ഇലക്ട്രോണും കയറുന്നത് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. ക്ലിയർ ആയല്ലോ? ഇതേ കാര്യം തന്നെയാണ് ഒന്നുകൂടെ എഴുതിയിരിക്കുന്നത്. ഈച്ച് മോളിക്കുലർ ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് 2 ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻസ്. അങ്ങനെയാണെങ്കിൽ ഒരു n ഇലക്ട്രോൺ സിസ്റ്റം എടുക്കുക. n ഇലക്ട്രോൺ സിസ്റ്റം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 ഇലക്ട്രോണും ഏത് ഓർബിറ്റിലാണ് കയറുന്നത്? Psi1 എന്നുള്ള ഓർബിറ്റിൽ തന്നെയാണ് കയറുന്നത്, അല്ലേ? ഫസ്റ്റ് ഓർബിറ്റിൽ തന്നെ കയറും 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ. 4 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ ഒന്നാമത്തെ ഓർബിറ്റിലും കയറും, രണ്ടാമത്തെ ഓർബിറ്റിലും കയറും. 6 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ ഒന്നാമത്തെ ഓർബിറ്റിലും കയറും, രണ്ടാമത്തേതിനകത്ത് കയറും, മൂന്നാമത്തേതിനകത്ത് കയറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു n ഇലക്ട്രോൺ സ്പീഷീസ് എടുക്കുകയാണെങ്കിലോ we need n/2 molecular orbitals are needed for n electrons. Clear ആയല്ലോ? Now, and the molecular orbitals are occupied by the electrons following above Pauli's and Hund's rule of maximum multiplicity. ഇപ്പൊ നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഫില്ലിങ്ങിനകത്ത് വരുന്ന അതേ റൂൾസ് എല്ലാം തന്നെ ഇവിടെയും മോളിക്കുലർ ഓർബിറ്റൽസ് ഫോർമേഷനിലും ഫോളോ ചെയ്യും. ഓക്കെ, ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഹിയർ വി ആർ ട്രീറ്റിംഗ് ദ മോളിക്യൂൾ ആസ് an atom or we are considering the molecule as a multicentric atoms ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ഓരോ റെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഈ ഒറ്റ പോയിന്റ്സ് പോലും കളയരുത്. ഇത്രയും പോയിന്റ്സ് നമ്മുടെ ആൻസർ ഷീറ്റിനുണ്ടായിരിക്കണം. Then we will discuss about linear combination of atomic orbital approximation or LCAO approximation. The LCAO approximation, linear combination of atomic orbital approximation. Now let's consider an atom, or sorry, let's consider a molecule AB എന്നുള്ളൊരു molecular system എടുക്കുകയാണ്. For example, ഈ A എന്ന് പറയുന്ന ആറ്റം മോളിക്യൂൾ ഫോം ചെയ്തില്ല, A എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്, AB. മോളിക്യൂൾ ഫോം ചെയ്തതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഇത് മൾട്ടി സെൻട്രിക് ആയിട്ട് നിൽക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മൾട്ടി സെൻട്രിക് ആയിട്ട് നിൽക്കുമെന്ന് വെച്ചോ. ഞാൻ വരയ്ക്കുന്നതൊന്നും അത്ര ഭംഗിയൊന്നും കാണത്തില്ല, നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. ഇത് സപ്പോസ് ഇതാണ് നമ്മുടെ ith പാർട്ടിക്കിൾ, ith ഇലക്ട്രോൺ. ഈ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം കാൽക്കുലേഷനാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ith ഇലക്ട്രോൺ. ഇത് കൂടാതെ ഈ ith ഇലക്ട്രോൺ കൂടാതെ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവർക്ക് ഇവിടെ വേറൊരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ വേറൊരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇവിടെ വേറൊരു ഇലക്ട്രോൺ ഉണ്ട്,
ഇത്ര ഇലക്ട്രോൺസ് ഈ മോളിക്യൂളിന് എ ബി എന്ന് പറയുന്ന മോളിക്യൂളിനുണ്ടെന്ന് ഇരിക്കട്ടെ. ദിസ് ഈസ് ദ ith ഇലക്ട്രോൺ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഫംഗ്ഷൻ കാണും. അതിൻ്റെ ആ ഒരു ith ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ എച്ച് psi i is equal to ei psi i നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. That is that is hi psi i is equal to ei psi i, where psi i is the molecular orbital corresponding to the ith electron. ith ഇലക്ട്രോണിന് corresponding ആയിട്ടുള്ള molecular orbital ആണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, psi i എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. And ei is the molecular orbital energy of the electron. And for this particular electron we can represent the Hamiltonian operator in terms of atomic units as like this. That is hi that is Hamiltonian operator is equal to minus half delta I square minus Za by Ria minus Zb by Rib plus sigma j is greater than I 1 by Rij plus Za Zb by capital R. And we know that this Hamiltonian operator is the sum of potential energy operator and kinetic energy operator. And this term represents, the first term represents the kinetic energy part, and del I square എന്ന് പറയുന്ന Laplacian operator, second order differential ആണ്. This term represents the kinetic energy part, and these terms, these four terms represents together terms or constitute the potential energy term. ഇവിടെ നമുക്ക് നോക്കുന്നത് Za by Ria എന്ന് പറഞ്ഞിരിക്കുന്നത്, this is the potential energy due to the attraction. ഈ രണ്ടും നെഗറ്റീവ് ടേംസ് ആണ്. These are due to the അതായത് ഈ I എന്ന് പറയുന്ന ഇലക്ട്രോണും എയും തമ്മിലുള്ള അട്രാക്ഷൻ, I എന്ന് പറയുന്ന ഇലക്ട്രോണും ബിയും തമ്മിലുള്ള അട്രാക്ഷൻ. Za എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ന്യൂക്ലിയസിന്റെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും Zb എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ന്യൂക്ലിയസിന്റെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ആണ്. ഓക്കെ, ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എയ്ത്ത് ന്യൂക്ലിയസ് ടു ഈ ith ഇലക്ട്രോൺ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ Ria എന്ന് പറയുന്നത്. ആൻഡ് ബി എന്ന് പറയുന്ന ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ Rib എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള അട്രാക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അത് ദാറ്റ് സ്റ്റെബിലൈസസ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. വേറാസ് ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് വെറുതെ നിൽക്കുകയല്ല. ദിസ് ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓർ ദ റിപ്പൾസീവ് ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് ഇലക്ട്രോൺ, ദിസ് ഇലക്ട്രോൺ, ദിസ് ഇലക്ട്രോൺ ആൻഡ് ദിസ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഇവിടുത്തെ ഇലക്ട്രോണുമായിട്ടും ഇവിടുത്തെ ഇലക്ട്രോണും ഇതും എല്ലാമായിട്ട് എന്തുണ്ട്, ഒരു റിപ്പൾഷൻ ഉണ്ട്. ഓക്കെ, റിപ്പൾഷൻ ആണെങ്കിൽ എന്താകും, destabilizes the molecule, that is which is indicated by plus term. And also എന്തിനുള്ള ചാൻസ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ന്യൂക്ലിയസ്, ബി എന്ന് പറയുന്ന another പോസിറ്റീവ് ന്യൂക്ലിയസ്. So there is internuclear repulsion is also possible, and the separation between these two are represented by capital R. ഈ ഒരു എ ബി ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ R കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടേമും എന്തുകൊണ്ട് കാണിക്കുന്നു, റിപ്പൾഷൻ കാണിക്കുന്നു. ആൻഡ് ദിസ് ടു ടേംസ് റെപ്രസെന്റ്സ് ദ അട്രാക്റ്റീവ് ടേംസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് this equation, that means this one, this Schrodinger equation with the Hamiltonian operator is not easy to
to solve because of the inter-electronic repulsion terms. ഇത് ഈ ഒരു കാര്യം വരുമ്പോൾ കാരണം എന്താണെന്നറിയോ, ഇവരാരും സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതല്ല. മിനിറ്റിന് ഇവൻ്റെ പൊസിഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഇലക്ട്രോൺ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നവരല്ല, അവർ ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. സ്പിന്നിങ് മോഷനും ഉണ്ട്, ഓർബിറ്റൽ മോഷനും ഉണ്ട്. അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. So it is very difficult for calculation, for solving this equation. So we need approximations. Approximations are made, chief of which is to take the trial wave function psi I molecular orbital as a linear combination of atomic orbitals of atoms constituting the molecule. So in order to solve this equation using this Hamiltonian, we need certain approximation. അതിനകത്ത് എടുക്കുന്ന approximation ആണ് LCAO approximation. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ട്രയൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന psi I, that is the molecular orbital of the electron അല്ലേ, അതെന്ന് പറയുന്നത് it is considered as the linear combination of all atomic orbitals of atoms constituting the molecule. psi I എന്ന് പറയുന്നത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പം A എന്ന് പറയുന്ന ആറ്റത്തിന് ഇതുപോലെ അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു. A എന്ന് പറയുന്നതിന് അറ്റോമിക് ഓർബിറ്റൽസ് ഇങ്ങനെ ഞാൻ കൊടുത്തിരിക്കുക. B എന്ന് പറയുന്നതിന് എന്തുണ്ട്? അറ്റോമിക് ഓർബിറ്റൽസ് ഇങ്ങനെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ എയും ബിയും തമ്മിൽ കമ്പൈൻ ചെയ്ത് പുതിയ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്നാ പറഞ്ഞത്? ഈ അറ്റോമിക് ഓർബിറ്റൽസിന്റെ ലീനിയർ കോമ്പിനേഷനിലായിട്ടാണ് ഉണ്ടാകുന്നത്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ, ആൻഡ് the variation method is used to determine the minimum energy EI. അങ്ങനെ വന്നതിന് ശേഷം we have to apply variation method to determine its minimum energy. Also self-consistent field method is used to determine the best possible molecular orbitals that are or which have lowest value of total energy of the molecule. മനസ്സിലായല്ലോ? Now the corresponding electronic wave function psi എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോളിക്യൂളിന്റെ വേവ് ഫംഗ്ഷൻ ഓഫ് ദ മോളിക്യൂൾ then represents the bonded state of the molecule. ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ്, ഞാൻ ഇതൊന്ന് മാറ്റുവാണേ. നോക്കാം, ദാറ്റ് ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് psi I എന്ന് പറയുന്നത്, അതായത് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? AI1 phi1 plus AI2 phi2 plus AI3 phi3 plus etc. or psi I is equal to sigma p is equal to 1 to n AIP phi p. Okay, this represents the linear combination of atomic orbitals which facilitate the formation of molecular orbital. അപ്പോൾ molecular orbital എന്ന് പറയുന്നത് psi I എന്ന് പറയുന്നത് എന്തായിരുന്നു? molecular orbital എന്ന് പറയുന്നത് it is represented as the linear combination of atomic orbitals. ഈ phi1 phi2 ഇവരൊക്കെ ആരാണെന്നറിയോ? അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. അല്ലെങ്കിൽ ഇവരെ നമ്മൾ ബേസിസ് ഫങ്ഷൻസ് എന്നും പറയും. ഓക്കെ, ഇതിനകത്ത് AI1 പിന്നെ AI2 ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇവരെയാണ് നമ്മൾ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, AI1ഉം ഇതെന്ന് പറയുന്ന കോഎഫിഷ്യൻസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കോഎഫിഷ്യൻസും കൂടെ ചേർത്തിട്ടാണ് എടുക്കുന്നത്. നമ്മളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് തൊട്ട് മുമ്പേ.
ലീനിയർ വേരിയേഷൻ മെത്തേഡിനകത്ത്. ഓക്കെ, ആൻഡ് ഇവരുടെ വാല്യൂ, ഈ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മിനിമം എനർജിയിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് phi 1 എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്റൽസ് ആണല്ലോ. psi I എന്ന് പറയുന്നത് എന്തായിരുന്നു? That represents the molecular orbital. Then total molecular wave function എന്ന് പറയുന്നത് total molecular wave function psi എന്ന് പറയുന്നത് എന്തുവായിരുന്നു? ഈ psi that is n into is equal to n into phi 1 of 1 നമ്മൾ ചെയ്തായിരുന്നല്ലോ, phi 1 bar of 2 ഇങ്ങനെയൊക്കെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് മോളിക്കുലാർ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആകരുത്. psi I എന്താണ്, psi എന്താണ്, അതുപോലെ തന്നെ phi എന്താണെന്ന്. അപ്പം ഒന്നുകൂടെ ഞാൻ ഇവിടെ എഴുതാം. psi എന്ന് പറയുന്നത് this psi represents molecular wave function, that is capital phi എന്ന് പറയുന്നത്. then psi I എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റൽസ്, phi എന്ന് പറഞ്ഞാൽ phi I എന്ന് പറയുന്നത് അറ്റോമിക് ഓർബിറ്റൽസ്. ഇത് മൂന്നും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇത് മോളിക്യൂളിന് മൊത്തത്തിലുള്ള വേവ് ഫംഗ്ഷനെയാണ് psi കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അറ്റോമിക് ഓർബിറ്റൽസ് ആയിട്ടുള്ള phi I's കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഈ മോളിക്കുലർ ഓർബിറ്റൽസ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ടോട്ടൽ വേവ് ഫംഗ്ഷൻ, മോളിക്യൂളിൻ്റെ വേവ് ഫംഗ്ഷൻ ഉണ്ടാകുന്നത്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നോർമലൈസേഷൻ ഫാക്ടറാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് 2-3 പ്രാവശ്യം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ LCAO അപ്രോക്സിമേഷൻ വരെയുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്തിനു പോവുള്ളൂ, അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നാലേ കാരണം ഇത് കൺഫ്യൂസിങ് ആണ്, കുറച്ച് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോളജാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിക്കുക. മനസ്സിരുത്തി പല പ്രാവശ്യം, ഒരു പ്രാവശ്യം കണ്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണുക, പല പ്രാവശ്യം കണ്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യുക. അപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതങ്ങ് ക്ലിയർ ആവും. ഓക്കെ, ദിസ് ഈസ് ദ LCAO അപ്രോക്സിമേഷൻ. നമ്മൾ ഓൾറെഡി നമ്മൾ ഡിഗ്രിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മുടെ ഈ ഇങ്ങനത്തെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററും ഇങ്ങനെ സൈയും ഫൈയും ഒക്കെ കൊണ്ടുവന്നേ ഉള്ളൂ ഇപ്പോഴ്. ഇതിൻ്റെ അല്ലാതെ കാണാതെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സ്കൂളിലല്ല, ലോവർ ക്ലാസ്സസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അതിനെ ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക, വിളിക്കുക. ഓക്കെ, താങ്ക് യു.